ഡ്രൈവിംഗ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് KTMൻ്റെ Duke 200 ആണ്. Duke 200ൻ്റെ BS6 മോഡലാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ പഴയ വണ്ടിയിൽ നിന്നും ഈ വണ്ടിക്ക് എന്തൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഹെഡ്ലൈറ്റ് വരുമ്പോഴത്തേക്കും ഒരു DRL ഇതിൽ വരുന്നുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. മനോഹരമായ ഒരു ഡിസൈനാണ്. പഴയ Duke 250യുടെയൊക്കെ ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലും റിയറിലും ABS ആണ് വരുന്നത്. അപ്പോൾ ഡുവൽ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്. നേരത്തേക്ക് സിംഗിൾ ചാനൽ ABS ആയിരുന്നു പഴയ വണ്ടികളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന് കുറച്ചുകൂടെ കർവ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ഫാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ടാങ്കിലേക്ക് കിടക്കാം. ടാങ്ക് 13.5 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് സ്റ്റീൽ ടാങ്കാണ്, നല്ല കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു ലുക്കാണ്. വണ്ടിക്ക് പഴയ 200cc വണ്ടികളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു നൈസായിട്ടുള്ള ഒരു ലുക്കാണ്, അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് മൊത്തത്തിൽ ചുറ്റി ഒന്ന് കാണാം. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി സംസാരിക്കാം. ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ്, WP-യുടെ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് നമുക്ക് നൽകാനായിട്ട് ഈ വണ്ടിക്ക് സാധിക്കും. അതുപോലെ റിയറിൽ വന്നിട്ടുള്ളത് മോണോഷോക്ക് സസ്പെൻഷനാണ്, പഴയ വണ്ടികളുടെ പോലെ തന്നെ. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. പിന്നെ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അതായത് നമുക്ക് റൈഡറിന് ആവശ്യം പോലെ റൂം കിട്ടുന്ന ഒരു സീറ്റാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ പില്യൻ റൈഡറിനും നല്ല ഒരു വീതിയുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു അൺകംഫർട്ടബിൾ ഫീലൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ ചേസിസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ചേസിസാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സിറ്റി ട്രാഫിക്കിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചേസിസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു സ്പോർട്ടി ചേസിസ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചേസിസിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടുത്തെ സിങ്ങാം ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ്. അത് വളരെ നന്നായിട്ടുണ്ട്, വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും നല്ലപോലെ നല്ല രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ട്, അതായത് ഈ വണ്ടിക്ക് മൊത്തത്തിലൊരു ലുക്ക് നൽകുന്ന രീതിയിലാണ് അവർ ആ സിങ്ങാമിനെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് കിടക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആദ്യം ഓണായി വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓണാക്കിയിട്ടൊന്ന് നോക്കാം. അതെ, ആദ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കിനി എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഹൈ ബീം ഇട്ടേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡിം ആക്കിയിട്ടുണ്ട്, അപ്പോൾ അത് അണഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ന്യൂട്രൽ ഇൻഡിക്കേറ്ററാണ്. പിന്നെ RPM ഷിഫ്റ്റിൻ്റെ അതായത് റെഡ് ലൈൻ കയറുമ്പോഴത്തേക്കുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ വരുന്നത്. പിന്നെ എൻജിൻ്റെത്, പിന്നെ ഇൻഡിക്കേറ്റർ കിടക്കുന്നുണ്ട്. പിന്നെ ഇനി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്പീഡോമീറ്ററിൻ്റെ റീഡിങ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ടൈം എത്രയാണെന്നുള്ളത് കാണാം. പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ എൻജിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കാര്യം അറിയാൻ പറ്റും. പിന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഓഡോമീറ്ററിൻ്റെ റീഡിങ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് കാണാൻ പറ്റും. ഇവിടെ RPMൻ്റെ ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഗ്രാബ് റെയിൽ നോക്കുകയാണെങ്കിൽ ഗ്രാബ് റെയിൽ നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. അത് സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ നമുക്കിതിൽ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പില്യൻ റൈഡറിന് കുറച്ചുകൂടെ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിച്ചിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ലോങ് റൈഡ് പോകുമ്പോഴത്തേക്കായിരുന്നാലും നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇനി നമുക്കിതിൻ്റെ ടയർ നോക്കാം. ടയർ വന്നു കഴിഞ്ഞാൽ ടയർ 2 കോർണർ ഫ്രണ്ട്ലി ടയറാണ് വരുന്നത്. MRFൻ്റെ ടയറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടയറിൻ്റെ ഗ്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ കുറച്ച് നനവുള്ള സർഫസിലേക്കും നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടയറാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി BS6 വണ്ടി ആയപ്പോഴത്തേക്കും വണ്ടിയിൽ വന്നിട്ടുള്ള എന്ത് മാറ്റമാണെന്നുള്ളത് നോക്കാം. സാധാരണ എല്ലാ വണ്ടിയിലെയും പോലെ തന്നെ ഇതിനകത്തും ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറും ഒരു O2 സെൻസറും വന്നിട്ടുണ്ട്. ഇവിടെയാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ വരുന്നത്. ഇതാണ് O2 സെൻസർ.
ഈ ഒരു മാറ്റമാണ് എൻജിൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത്. പിന്നെ നല്ല ഒരു കുറച്ചുകൂടെ പഴയ 200 നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിഫൈൻമെൻറ്റ് എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഇനി നമുക്ക് വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എനിക്ക് വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് വണ്ടി നല്ല പവർഫുള്ളാണ്. അതായത് ഈ വണ്ടിയുടെ 200 cc വണ്ടിയാണിത്. ഈ 200 cc പവറും ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് അത് KTMൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് ഒരു റിഫൈൻമെൻറ്റ്, എൻജിൻ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. അതുപോലെ തന്നെ ആ ഒരു പവർ നമുക്ക് നൽകുവാനായിട്ട് ഈ വണ്ടിക്ക് സാധിക്കുന്നുണ്ട്. അത് KTMൻ്റെ ആ ഒരു ട്യൂണിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ പെർഫെക്റ്റാണ്. അത് പറയാതെ തന്നെ വയ്യ. വണ്ടി വളരെ നന്നായിട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് ഫീൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ച് ഫീലാണ്. അതായത് ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് അനായാസമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ക്ലച്ച് വളരെ ലൈറ്റ് ഫീലാണ് നൽകുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഈ വണ്ടി നിങ്ങളിപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ്, ഓഫ് റോഡ് ഓടിക്കാനാണ് വണ്ടി നോക്കുന്നതെങ്കിൽ ഈ വണ്ടി നോക്കാതിരിക്കുക. കാരണം ഇത് നമ്മൾ നേരെയുള്ള റോഡുകളിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് റോഡിൽ ഓടിക്കാനുള്ള വണ്ടിയാണ്. ഓഫ് റോഡ് നോക്കുന്നവർ ഇത് എടുക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് റോഡിലൊക്കെ അടി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെൻഡ് പൈപ്പ് വരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈലൻസർ അടിയിലായതുകൊണ്ട് തന്നെ ഇതിന് അടിയിലോട്ടാണ് ഈ ബെൻഡ് പൈപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫ് റോഡ് പർപ്പസിന് ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതിന് നിങ്ങൾക്ക് അഡ്വഞ്ചർ 390 പോലുള്ള KTMൻ്റെ മറ്റ് വണ്ടികൾ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇമ്പൾസ്, ഹീറോയുടെ, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഏതെങ്കിലും ഹിമാലയനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് കണ്ടീഷനിൽ വളരെ നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. വണ്ടി നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് കയറുന്നുണ്ട്. എനിക്കിത് ഒരുപാട് സ്പീഡിലൊക്കെ ഓടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്പീഡ് കയറ്റുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, ഒന്ന് കയറുന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. ആ ഒരു ഫീൽ എനിക്ക് വണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, ബ്രേക്കിൻ്റെ കാര്യമാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പെർഫെക്റ്റ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. അതായത് അനായാസമായിട്ട് വണ്ടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് റൈഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. വണ്ടി നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. കാരണം വലിയ ഒരു റൂമുള്ള, അതായത് വലിയ വീതിയുള്ള ഒരു സീറ്റാണ് ഫ്രണ്ട് റൈഡറിൻ്റെ സീറ്റ്. അപ്പോൾ ഞാനിപ്പോൾ സ്ലിമ്മായിട്ടുള്ള ആളാണ്, എനിക്ക് ഇനിയും സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വലിയ ഒരു വണ്ണമൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ, അതായത് നല്ല വലിയൊരു സീറ്റാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൊരു അപ്രൈറ്റ് പൊസിഷനാണ് വരുന്നത്. നമുക്ക് റൈഡ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് നല്ലൊരു കംഫർട്ട് തരുന്നതാണ്. അപ്പോൾ ലോങ് റൈഡിനായിരുന്നാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ റിയർ സീറ്റ് നല്ല വീതിയുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ റിയർ സീറ്റിലിരിക്കുന്ന പാസഞ്ചറിനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണർ അമ്പാടി നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ അനുഭവം എന്താണെന്നുള്ളതൊക്കെ നോക്കാം. അമ്പാടി, വെൽക്കം ടു ഡ്രൈവ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് ഓടിച്ചിട്ട് എന്തൊക്കെയാണ് അമ്പാടിക്കുള്ള അനുഭവങ്ങളെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കാം, ഇതിന് ഓൺ റോഡ് എത്രയായിരുന്നു റേറ്റ്? ഓൺ റോഡ് 2,80,000 രൂപയാണ്. 2,80,000 രൂപയാണ്. ഓക്കെ, വണ്ടി ഓടിച്ചിട്ട് എന്താണ് എക്സ്പീരിയൻസ്? അതായത് ഇതിനെ പറ്റിയുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? നെഗറ്റീവ് ഞാൻ ആദ്യം പറയാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി തട്ടുന്നുണ്ട്. പമ്പ് കയറാൻ വഴി
ഗ്രൗണ്ട് ക്ലിയറൻസ് സംഭവം രണ്ടുപേരും എടുത്ത് പോകുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പൈപ്പ് ഇത് അടിയിലൂടെയാണ് വരുന്നത്. ഓക്കെ. BS4 ആണെങ്കിൽ ഈ സൈഡ് കൂടെ വരും. അതായത് അപ്പോൾ അടിയിൽ കൂടെ പോകുന്നതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഓക്കെ. അത് റേസിംഗ് മോഡൽ വണ്ടി ആയതുകൊണ്ട് കൂടെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ഇത് വരുന്നത്. ഓക്കെ. പ്രശ്നമാണ് ഞാൻ കണ്ടത്. വേറെ എങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പില്ലിയൻ റൈഡറിൻ്റെ ഇതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബാക്കിൽ നിന്ന് റൈഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ആരും? BS4 വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടെ കംഫർട്ടാണ്. കാരണം വൈഡാണ്. അതെ. ഇതിന്റെ ഇത്ര വരും. ഇത് കുറച്ചുകൂടെ വൈഡ് സീറ്റാണ്. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ എങ്ങനെയാണ് വണ്ടിയുടെ? ഹാൻഡ്ലിംഗ് ഒക്കെ ബെറ്റർ ആണ്. ABS സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ റിഫൈൻമെന്റ് കൂടിയിട്ടുണ്ടല്ലേ ഇതിന്. പിന്നെ ഈ ABS വന്നിട്ടുള്ളത് കൊണ്ട് ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ABS വ്യത്യാസം കറക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എവിടെ കാണുന്ന പോലെ ഫ്രണ്ട് വെക്കാനോ സ്കിഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ കാണിക്കും. അങ്ങനെ പ്രശ്നം. നമ്മളങ്ങനെ കാണിച്ച് ABS ഫെയിലർ എന്ന് കാണിക്കും. കാരണം ഫ്രണ്ടും ബാക്കും ABS ആണ്. രണ്ട് ABS ആയതുകൊണ്ട്. ഓക്കെ. ഒരു ടയർ മാത്രമേ ഇന്ന് കറങ്ങി ബേൺ ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ കാണിക്കും. ആ ഒരു പ്രശ്നം. ഓക്കെ. സേഫ്റ്റിയാണ്. അതെ. ഓക്കെ. അമ്പാടി, പിന്നെ ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. എന്നാലും ഹൈവേ ഒക്കെ പോകുമ്പോൾ ഒരു 35 മുകളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ കംഫർട്ട്, നമുക്കിപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ആണല്ലോ. അപ്പോൾ അതിന്റെ എന്തെങ്കിലും, അതായത് എങ്ങനെയുണ്ട് സസ്പെൻഷന്റെ ഫീലൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പുതിയ വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പങ്കുവെക്കാനായിട്ടുണ്ടോ? പുതിയ വണ്ടി ഞാൻ മെയിനായിട്ട് ഗ്രൗണ്ടിൽ ഒരു ഓഫ് റോഡ് ചുമ്മെങ്കിലും ഒരു ഓഫ് റോഡ് രീതിക്ക് നോക്കുന്ന ഒരാൾ ഒരിക്കലും ഈ വണ്ടി എടുക്കാൻ പാടില്ലെന്ന് ഞാൻ. കാരണം അടി എന്തായാലും തട്ടും ഉറപ്പാണ്, ഷുവറാണ്. പിന്നെന്താണ്, പിന്നെ പറയാൻ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഇത്തിരി കൂടെ BS4 കാട്ടി ടൂറിങ്ങിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അതായത് ഓക്കെ. അപ്പോൾ ലോങ് റൈഡിന് നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ. മറ്റ് BS4 സംബന്ധിച്ച് ഇത് കംഫർട്ടബിൾ ആണ്. ഓക്കെ. നല്ല റൈഡ് ചെയ്യുന്ന ആൾക്ക് നല്ല സീറ്റ്, നല്ല വിശാലമായിട്ടുള്ള സീറ്റാണ് വരുന്നത്. ഓക്കെ. 250 മോഡലിൽ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? ഷോറൂമിലെ സർവീസിങ്ങും? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞായിരുന്നു. 1000 ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത്. സർവീസ് കോസ്റ്റ് 1600 രൂപയായി. 1600. അതിപ്പോൾ KTM വണ്ടി സ്വാഭാവികമായിട്ട് കൂടുതൽ ഉണ്ടാവും. സർവീസ് ഒക്കെ ഓക്കെയാണ്. ബജാജിന്റെ ഓയിലായിരുന്നു ഒഴിച്ചിരുന്നത്, മോട്ടോറിന്റെ ഓയിലായി. ഓക്കെ. അവിടെ എങ്ങനെ സർവീസ് സെന്ററിലുള്ള അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ? പ്രശ്നമൊന്നുമില്ല. നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അമ്പാടിക്ക് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അമ്പാടി, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. അപ്പോൾ ഡ്രൈവ് ഓട്ടോയുടെ ഏറ്റവും പുതിയ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ടീം ഡ്രൈവ് ഓട്ടോ ഈസ് സൈനിങ് ഔട്ട്. താങ്ക് യു.